എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഒരു വീക്കെൻഡ് കൂടി കഴിഞ്ഞു. അതിനിടയിൽ ഒരു 2-3 സിനിമകൾ ഞാൻ കണ്ടു. ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതൽ കണ്ടത്. മലയാളം സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, മറ്റൊരു സിനിമ വീഡിയോയിൽ പറയാം. ഇംഗ്ലീഷ് മൂവി മെയിനായിട്ട് ദ റെബൽ റിഡ്ജ്, നെറ്റ്ഫ്ലിക്സിലാണ് വന്നിരിക്കുന്നത്. ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ മൂവി എന്ന് പറയാം. ത്രില്ലർ എന്നുള്ള അത്രയ്ക്ക് വലിയ ത്രില്ലറല്ല, പക്ഷേ ഒരു ആക്ഷൻ പാക്ഡ് മൂവി. ആക്ഷനാണ് അതിൻ്റെ മെയിൻ ജോണർ. അത്യാവശ്യം തരക്കേടില്ലാതെ നമുക്ക് കണ്ടിരിക്കാം, ബോറടിക്കാതെ. ഒരു ഫസ്റ്റ് ബ്ലഡ് റാംബോ അതിൻ്റെ ഒരു വൈബ് കിട്ടുന്നൊരു സിനിമയാണ്. നമ്മുടെ ഫസ്റ്റ് ബ്ലഡ് ഒരുവിധം നിങ്ങളെല്ലാവരും കണ്ടു കാണല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ കഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം ആ ഒരു സിമിലാരിറ്റിയൊക്കെ തോന്നിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ റോക്കിൻ്റെ അതുപോലെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഏകദേശം ഇതേ ടൈപ്പ്. അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ബ്ലഡ് ഇൻസ്പയർഡ് ചെയ്തിരിക്കുന്ന ഒരു മൂവി തന്നെയായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. സോ ആ ഒരു ലെവലിലുള്ള ഒരു സിനിമയാണ്. ഒരു എക്സ് മെറീൻ, ഒരു സോൾജർ ഒരു അമേരിക്കയിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് പോലീസുകാരായിട്ട് ചെറിയൊരു കശപശ ഉണ്ടാക്കുന്നു. പിന്നെ അതിനെ തുടർന്ന് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ കുഴപ്പമില്ല, നല്ല ആക്ഷനായിരുന്നു. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ആക്ഷനൊന്നും ഇല്ല. ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു, കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ആക്ഷൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ അത്രയ്ക്കില്ല. ചെറിയൊരു ലെറ്റ് ഡൗൺ ആണെന്ന് ചോദിച്ചാൽ യെസ്, എനിക്ക് ചെറുതായിട്ട് തോന്നി. പക്ഷേ മറ്റുള്ള ഇപ്പോൾ ഇറങ്ങിയ കുറേ ബിഗ് ബഡ്ജറ്റ് മൂവീസൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാതെ നമുക്ക് വലിയ ബോറടിയൊന്നും ഇല്ലാതെ നമുക്ക് കണ്ട് രസിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് എനിക്ക് തോന്നി. ആക്ഷൻ, അവൻ്റെ ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പഠിച്ച് താഴ്ത്തു കളയുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഉണ്ടായിരുന്നു, ആ ഒരു ഇത് കിട്ടിയില്ല. എനിവേ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ കാണാൻ എൻജോയ് ചെയ്യാം. ചില സ്ഥലത്തൊരു ലാഗ് ഉണ്ട്, പക്ഷേ ഓവറോൾ ഇറ്റ്സ് എ നൈസ് വാച്ച്. ഒരു ആക്ഷൻ മൂവി എന്നുള്ള നിലയിൽ ഇത് നല്ലതാണ്. പിന്നെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അതിൽ വില്ലന്മാരായിട്ടുള്ള പോലീസുകാരുടെ അഭിനയം അത് വളരെ എന്താ പറയുക, ഒരു ത്രസിപ്പിക്കുന്ന അഭിനയമാണ്. കാരണം ചൊറിഞ്ഞുകൊണ്ട് വരില്ല, അത് ആ ഒരു ടൈപ്പ് പോലീസുകാർ, അതായത് രസമായിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല രസമായിട്ടുണ്ട് അത്. പക്ഷേ ഓവറോൾ കണ്ടിരിക്കാവുന്നൊരു മൂവിയാണ്. പിന്നെ അടുത്തത് ഓഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹൊറർ മൂവി, ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. ആക്ടേഴ്സ് ഒന്നും എനിക്കറിയില്ല, ഞാൻ മുമ്പ് എവിടെയൊക്കെ കണ്ടിട്ടില്ല. ഒരു ബ്രിട്ടീഷ് മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം അത് അവിടെയാണ് സംഭവിക്കുന്നത്. കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ സാധാരണ ഈ ഹൊറർ ഫിലിം കാണുമ്പോൾ കുറേ പ്രേതങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു. പക്ഷേ ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതിനേക്കാളും കൂടുതൽ ഒരു ആ സസ്പെൻസ്, ഹൊറർ സസ്പെൻസ് എന്ന് പറയാം ജോണർ. ഹൊറർ ആൻഡ് സസ്പെൻസ് രണ്ടും കൂടി മിക്സ് ചെയ്യണം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്ക് നോക്കില്ല, പക്ഷേ ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഒരു വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പരിസരങ്ങളും മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല. പുറത്തു പോയുള്ള ഷൂട്ടിംഗ് അതൊന്നുമില്ല. അപ്പോൾ ലിറ്ററലി ദ ബഡ്ജറ്റ് മസ്റ്റ് ബി വെരി ലോ. അതുകൊണ്ട് മേ ബി ഇറ്റ്സ് എ ലോ ബഡ്ജറ്റ് മൂവി എന്ന് പറഞ്ഞാൽ, ബിക്കോസ് അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നും അല്ല അതിലുള്ളത്. പക്ഷെ എനിക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ മീൻസ് അത്രയ്ക്കൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ ട്രെയിലറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു സിനിമ ഓവറോൾ. അതിലൊരു എൻഡിങ്ങിലുള്ള സസ്പെൻസും പിന്നെ ഈവൺ ഈ പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ചില സീനിൽ ആ ലൈറ്റ്സ് ഔട്ടിലെ പോലെ കുറച്ച് സീൻസൊക്കെ ഉണ്ടാവില്ല, രസമായിട്ടുണ്ട് അത്. സോ ദാറ്റ് മൂവി വാസ് ഗുഡ്. ഓഡിറ്റി നല്ല മൂവിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഹൊറർ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഹൊറർ മൂവീസ് കാണുന്ന ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള മൂവിയാണ് ഇതൊക്കെ.
ഈ ഹൊറർ മൂവി സാധാരണ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. മീൻസ് സാധാരണ ഈ ഹൊറർ ജോണർ ഇഷ്ടപ്പെടാത്തവർ ഹൊറർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അവർ അയ്യേ എന്താണെന്ന് പറയും. സോ ദിസ് ഈസ് നോട്ട് ഫോർ നോർമൽ എന്താ പറയുക സാധാരണ ആക്ഷനും റൊമാൻറ്റിക് കോമഡിയും റോം കോമും ഇതൊക്കെ കാണുന്നവർക്കല്ല ഹൊറർ മൂവി കാണുന്നവർക്ക് പറ്റിയൊരു സിനിമയാണത് ഓഡിറ്റി. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ അനദർ ഒരു ഇൻട്രസ്റ്റിംഗ് മൂവി ഞാൻ കണ്ടത് ദ ഗ്രീഡി പീപ്പിൾ. അത് സംഭവം എനിക്കിഷ്ടപ്പെട്ടു. വലിയൊരു എന്താ പറയുക സ്റ്റാർ കാസ്റ്റും അങ്ങനെയുള്ള അങ്ങനെ സംഭവമൊന്നുമില്ല അതിൽ. ഒരു ഇന്ത്യൻ ടൈപ്പ് പുള്ളി ഇന്ത്യനാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ട് ഞാൻ പേരൊന്നും ശ്രദ്ധിച്ചില്ല. നല്ല അത്യാവശ്യം തിരക്കാട്ടില്ലാത്ത മൂവിയാണ്. ഈ ഒരാള് പോലീസ് രണ്ടുപേര് ഒരു കോമഡി എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അങ്ങനെ വലിയൊരു കോമഡി ഇല്ല. ലാസ്റ്റിൽ ഭയങ്കര സീരിയസ് ആണ്. തുടങ്ങുന്നതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ്. ഒരു പോലീസുകാരൻ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അയാൾക്കൊരു അയാൾക്ക് അവിടെ ഉള്ള സ്റ്റേഷനിലൊരു പാർട്ട്ണറെ കിട്ടുന്നു. അവർ രണ്ടാളും കൂടി ഒരു പെട്രോളിങ്ങിന് പോകുന്നു. പെട്രോളിങ്ങിന് പോകുന്നു. പിന്നെ അതിനിടയിൽ ഒരു മേർഡർ ഉണ്ടാവുന്നു. അതിലിവർ എങ്ങനെയോ ഉൾപ്പെടുന്നു. ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നു. അപ്പോൾ അവിടുന്ന് ഇവർക്ക് കുറേ ക്യാഷ് കിട്ടുന്നു. ആ ക്യാഷിനെ പറ്റിയുള്ള പിന്നെ തർക്കങ്ങളും മറ്റതും മറിച്ചതും അങ്ങനെയാണ് ആ സിനിമ ഫ്രണ്ടിൽ മുന്നോട്ട് പോകുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ബിഗ് ബഡ്ജറ്റൊന്നും അല്ല, തീരെ ബിഗ് ബഡ്ജറ്റിലെന്ന് കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആക്ടിങ് വൈസും നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെറുപ്പിക്കാത്ത ആക്ടിങ് ആണ്. നല്ല രസമായിട്ട് സിനിമ ബോറടിക്കില്ല ഒരിക്കലും. നല്ല രസമുള്ള ഒരു ആക്ടർ മെയിൻ കഥാപാത്രം പുള്ളി കണ്ടു കഴിഞ്ഞ ഒരു ഇന്ത്യൻ ലുക്ക് ഉണ്ട്. ഞാൻ പേരും നോക്കിയിട്ടില്ല പുള്ളിയുടെ. എന്താ രസമായിരുന്നു സിനിമ. നല്ല അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും. പിന്നെ ദ ട്രാപ്പ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ശ്യാമളൻ്റെ ആണ്. അതെ, നമ്മളെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ മലയാളി ഹോളിവുഡ് ഡയറക്ടർ നൈറ്റ് ശ്യാമളൻ. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ആ ട്രെയിലറിൽ തന്നെ ഒരുവിധം എല്ലാ കഥയും പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തിനാ മൂവി കാണുന്നത് ഞാനപ്പോൾ വിചാരിച്ചത്. പക്ഷെ ഞാൻ മൂവി കണ്ടു. എന്താ പറയുക, ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തില്ല. ഇനി ഇപ്പം ട്വിസ്റ്റ് വരും. ഞാനിത് ഇങ്ങനെ ട്വിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു തേങ്ങയും വന്നില്ല, ട്വിസ്റ്റും വന്നില്ല, തേങ്ങയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ അയാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ FBI എല്ലാവരും കൂടിയിട്ട് ഒരു കെണി ഒരുക്കുന്നു. അപ്പോൾ ഈ സീരിയൽ കില്ലർ മകളെയായിട്ട് ഈ ഒരു കോൺസേർട്ട് കാണാൻ പോകുന്നു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ. സോ അതാണ് കഥ. എന്നിട്ട് അവിടെ നിന്ന് പുള്ളി മനസ്സിലാക്കുന്നു ഇതുപോലെ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുണ്ട്, FBI ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ തന്ത്രം മെനയുന്നു പുറത്ത് കിടക്കാൻ. അങ്ങനെ പോകുന്നൊരു കഥ. പിന്നെ നൈറ്റ് ശ്യാമളൻ്റെ മോള് ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു മെയിൻ കഥാപാത്രമായിട്ട്. ഒരു സിംഗറായിട്ടാണ് വരുന്നത്. ആ സിംഗർ നൈറ്റ് ശ്യാമള ശരിക്കുള്ള മകളാണ്. ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കൊരു ലെവലിലേക്കുള്ള അഭിനയൊന്നും അതിൽ അങ്ങനെ അത്രയ്ക്കുള്ള റോൾ എന്താ പറയുക, ആ ഒരു ലെവലിലേക്ക് അഭിനയിക്കാനുള്ള മാത്രമുള്ള റോളൊന്നും ആയിരുന്നില്ല. ഒരു സിംഗർ, അവൾ ഇതിൽ ഇൻവോൾവ് ആവുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സംഭവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോഷ് ഹാർനറ്റാണ് ഇതിൽ മെയിൻ കഥാപാത്രം അഭിനയിക്കുന്നത്. ആ കില്ലറായിട്ട്, സൈക്കോ സീരിയൽ കില്ലർ. പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ മുഖത്തുള്ള എക്സ്പ്രഷൻസും അതും ഇതൊക്കെ. പിന്നെ അതേ സമയത്ത് തന്നെ കൊച്ചു ഫാമിലിയൊക്കെ ഉള്ളപ്പോൾ ഉള്ള പുള്ളിയുടെ ആ ഒരു ഡിഫറെൻറ്റ് ഫേസ്, അതിൽ നിന്ന് മാറുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങൾ രസകരമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വിചാരിച്ച പോലെ ഇതിൽ സസ്പെൻസ് എവിടെയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തിരുന്നു. പക്ഷേ ബേസിക്കലി സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൽ അങ്ങനെ സസ്പെൻസിൻ്റെ ഇതല്ല. ആ ഒരു കില്ലറുടെ മെൻ്റൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, പുള്ളി അത്രയും നാളും മീൻസ് എല്ലാ കാര്യങ്ങളും മൂടി വെച്ച്, ഈവൻ ഭാര്യയെ പോലും അറിയിക്കാതെ, മകളെ പോലും അറിയിക്കാതെ, അവരൊക്കെ ഒരു നല്ല ഭർത്താവും ആ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയുമായിട്ട്. പൊതുവെ ഈ സീരിയൽ കില്ലേഴ്സ് മീൻസ്
ഇങ്ങനത്തെ കില്ലേഴ്സ് അങ്ങനെയാണല്ലോ, ഈ സൈക്കോ സീരിയൽ കില്ലേഴ്സ്. അപ്പോൾ അവർ ഭയങ്കര മാന്യമായിട്ട് ഒക്കെ പെരുമാറി അത്യാവശ്യം നല്ല ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് അങ്ങനെയായിരിക്കും ഇവർ നടക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നൊരു മനസ്സിലൊരു ഇതുണ്ടാവും, എന്താ പറയുക, ഒരു ആത്മവിശ്വാസം. അപ്പോൾ അതൊക്കെ തകർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ ആ കില്ലറുടെ അല്ലെങ്കിൽ അയാളുടെ സ്വന്തം ഫാമിലിയുടെ മുമ്പിൽ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും ദേഷ്യവും ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ രസമായിട്ട് ജോഷ് ആർനോൾഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതെ പറഞ്ഞു, സിനിമ കാണുമ്പോൾ എനിക്ക് അത്ര വലിയതായിട്ട് തോന്നിയില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് ഈ നൈറ്റ് ശ്യാമളൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇയാളൊരു എന്താ പറയുക, ഒരു വേറെ ലെവല് ഹ്യൂമൻ ഒരു സാധനം തന്നെയാണ്. ഇയാളുടെ തല എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപാരമായിട്ടുണ്ട് അത്. സത്യം പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയുക, ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇതെന്തൊരു സിനിമയാണെന്ന് വെച്ചിട്ട് ഞാൻ അത് അവസാനിപ്പിച്ചു, ഇങ്ങനെയായിപ്പോയി. പിന്നെ അതിനെക്കുറിച്ച് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോഴപ്പം നിങ്ങളാണ് ആ ഒരു സീരിയൽ കില്ലർ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എല്ലാറ്റും, നമ്മൾ ചിലപ്പോൾ കളവൊക്കെ ചെയ്തിട്ട് പിടിക്കപ്പെടില്ലേ, അപ്പോൾ നമ്മൾക്കുണ്ടാവും ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അതിൻ്റെ ഡബിൾ ഒരു 10 ഇരട്ടി ആയിരിക്കുമല്ലോ ഒരു സീരിയൽ കില്ലർ ആകുമ്പോൾ. പ്രത്യേകിച്ച് പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് വേണം തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആലോചിച്ച് നോക്കി, അതും സ്വന്തം ഇത്രയും നാളും ഓമനിച്ച് വളർത്തിയ മകളുടെയും മകൻ്റെയും പിന്നെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇത് പിടിച്ചുകൊണ്ട് വന്നാറ്. ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു തോട്ട് വന്നിട്ടില്ല, നിങ്ങൾ ഇത്രയും ഒരു തല്ലിപ്പൊളി മനുഷ്യനാണെന്ന്, അങ്ങനെ ഒരു മനുഷ്യന്മാരെ മൃഗീയമായിട്ട് കൊല്ലുന്ന ഒരു വ്യക്തിയാണെന്ന് അവരൊരിക്കലും വിചാരിച്ചു പോലും ഉണ്ടാവില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടല്ലോ. അത്രയും നല്ലൊരു ഫാദറും അത്രയും നല്ലൊരു ഹസ്ബൻഡൊക്കെ ആയിട്ടാണ് പുള്ളി അവരെ മുമ്പിൽ ജീവിച്ചു പോരുന്നത്. അപ്പോൾ ആ ഡബിൾ ലൈഫ്, അതിലൊരു ലൈഫ് പിടിക്കപ്പെടുമ്പോൾ ആ ഉണ്ടാകുന്നൊരു സംഘർഷം മനസ്സിൽ, അത് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ശരിക്കും പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ ട്വിസ്റ്റും തേങ്ങയും വാങ്ങിയൊന്നുമില്ല. ഞാനും വിചാരിച്ചു ട്വിസ്റ്റ് ഇപ്പോൾ വരും, നൈറ്റ് ശ്യാമളനല്ലേ പുള്ളി സിക്സ് സെൻസിലൊക്കെ കണ്ടില്ലേ, ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുപോയി എന്തെങ്കിലും സാധനം കൊണ്ടുപോയിടുന്നുള്ള ഞാൻ അതിന് ലാസ്റ്റ് ഔട്ട് നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒരു സാധനം വന്നില്ല. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഇയാളെ തല വേറെ രീതിയിലാണ് സഞ്ചരിക്കുന്നത്, നമ്മൾ ചിന്തിച്ച പോലെ ഒന്നല്ല. പുള്ളി എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, അതാ ഞാൻ ഈ ട്രെയിലറിൽ ഒരുവിധം പടത്തിൻ്റെ എല്ലാ ഓൾമോസ്റ്റ് നമുക്ക് കഥ മനസ്സിലായ പോലെയാണ് ട്രെയിലർ. പിന്നെ സിനിമ കാണണ്ടല്ലോ, അതാണ് അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാറുന്നത്. നോർമലി ഞാൻ നൈറ്റ് ശ്യാമളൻ്റെ മൂവീസ് ഞാൻ മിസ്സാക്കാറില്ല തിയേറ്ററിൽ നിന്ന്. എത്ര തല്ലിപ്പൊളി റിവ്യൂ വന്നാലും ഞാൻ പോയി കാണും. പക്ഷേ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇയാളെന്തായി കാണിക്കുന്നത്, ഈ സിനിമയിൽ തന്നെ ട്രെയിലറിൽ തന്നെ എല്ലാം പറഞ്ഞു. പിന്നെ ഇപ്പം ഈ സിനിമയിൽ എന്താ പറയാൻ പോകുന്നതിലും കൂടുതൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ ആ ട്രെയിലർ കാണിച്ചൊക്കെ തന്നെ സിനിമയിലുള്ളൂ. പക്ഷേ ലാസ്റ്റിൽ വരുന്ന ആ ഒരു അത് നമ്മളൊന്നും ഇപ്പം പിടിക്കപ്പെടുന്ന എന്തായാലും അറിയാം. പിന്നെ ഇയാളെന്തേ കാണിച്ചു കൂട്ടുന്നു. അപ്പം അതാണ് സംഭവം. അയാൾ ആ ലൈഫിലുണ്ടാകുന്ന ആ ഒരു മൂമെൻറ്റിലുണ്ടാകുന്ന കുറേ സ്ട്രഗിൾസും ഇതും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകണമെന്നുള്ള ചിന്തയൊക്കെ വരുന്ന ആ സമയമുണ്ടല്ലോ, അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സംഭവം കലക്കി. ഞാൻ ശരിക്കും ഇതൊരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ഇട്ടണമെന്ന് വിചാരിച്ചാൽ, പിന്നെ ഞാൻ എന്തായാലും കണ്ടു നോക്കി. ട്രാപ്പ് കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്, നല്ല കണ്ടിരിക്കാം. എന്തായാലും ഈ ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്കട്ടെ, ആ സമയത്തെ കുറേ പുള്ളിയുടെ സിറ്റുവേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.